ഹായ് നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ പതിവ് ദോശ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ കടയിൽ നിന്ന് കുറാഞ്ചേരി പോയി മേടിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് നമുക്കിപ്പോൾ കാലത്ത് പോയി മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെ പുറമേ നിന്നുള്ള കടകളിൽ നിന്ന് തന്നെയാണ് നല്ലത്. പക്ഷേ ഞാനിപ്പോൾ അവിടെ ഇരുന്നപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗംഭീര മഴ. കാലത്താണെങ്കിൽ ഞാൻ കോട്ട് എടുക്കാണ്ട പോയത്, പോകുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. എനിക്ക് അറിയാം മഴ ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ കാലത്ത് പോയത് സൊസൈറ്റിയിലേക്കാണ്. പാല് ഉണ്ടാവുമോ കാലത്ത് നമുക്ക് തരാൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ 7:30യുടെ ഉള്ളിൽ ചെന്നാലാണ് നമുക്ക് പാല് വീട്ടിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ദൃശ്യക്ക് നമ്മുടെ കമൻറ്റുകളിലൊക്കെ പറഞ്ഞ പോലെ മുട്ടയും പാലൊക്കെ ഇനി കൃത്യമായിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവൾ ആയുർവേദത്തിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പാലും മുട്ടയും പാലും ഇതൊക്കെ കൂടിയിട്ട് ഈ ആയുർവേദ മരുന്നൊക്കെ കൂടിയിട്ട് വല്ല പ്രശ്നങ്ങളുണ്ടാവുമോ എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിനി പാലൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ സുഹൃത്തുക്കൾ കമൻ്റായിട്ട് അറിയിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റണത്. അപ്പോൾ ഞങ്ങൾക്ക് 2 ദോശ മേടിച്ചിട്ട് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഒരു സുഹൃത്ത് കമൻ്റായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു, പാക്കറ്റിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് മാവ് കിട്ടും, അത് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചുകൂടെ, അപ്പോൾ ഒരു 3-4 ദോശയല്ല കൂടുതൽ ഉണ്ടാക്കാന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങളതിങ്ങനെ കഴിക്കാറുണ്ട്, മുന്നേ കഴിച്ചിട്ടുണ്ട്, ഗർഭിണി ആയ സമയത്തൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ അതിനേക്കാൾ ഇച്ചിരി നല്ലൊരു ഓപ്ഷൻ നമുക്ക് നമുക്ക് ഉണ്ടാക്കി തരാറില്ലേ? എങ്ങനെ പച്ചരി ഉഴുന്നും വെള്ളത്തിലിടുക, കുതിർത്തി അരയ്ക്കുക, അത് നല്ലതാണ്. എങ്ങനെ പച്ചരിയും ഉഴുന്നും കുതിർത്തി ഇടുക, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അരച്ച് വെക്കുക. അപ്പൊ കാലത്തേക്ക് നമുക്ക് ഉണ്ടാക്കാം ദോശ ഇഡ്ഡലി. അതല്ലേ, ഇത് നമുക്ക് സ്പോട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുളിയൊക്കെ വെക്കണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ദൃശ്യ പറഞ്ഞ ഓപ്ഷൻ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പച്ചരി ഇവിടെ ഉണ്ട്, ഇനി കുറച്ച് ഉഴുന്ന് മേടിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ബാക്കി പരിപാടി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കല്ലോ വേണ്ടുള്ളൂ. അപ്പോൾ മിക്സിയിൽ പാകത്തിനുള്ളത് അടിച്ചെടുക്കല്ലോ വേണ്ടുള്ളൂ. ഇനി നമ്മൾ നാളെ തൊട്ടിട്ട് അങ്ങനത്തെ ഒരു പലകാരപ്പണിയാണ് ചെയ്യാൻ പോണത്. പിന്നെ ദിയക്ക് പറഞ്ഞ പോലെ ദിയക്ക് ഇന്ന് ഞാനൊരു മരുന്നൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അവൾക്ക് ശോധന ലേശം കുറവുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് ഇന്ന് ഒരു വരട മരുന്നും അതുപോലെ തന്നെ കുട്ടിക്ക് ഇന്ന് ഡോക്ടറിനെ കാണിച്ചിട്ട് വയറൊന്ന് ഇളക്കി വിടാനുള്ള ഒരു മരുന്ന് കൊടുക്കാൻ പറ്റുമെന്നും കൂടി അന്വേഷിക്കണം. കാരണം ശോധന കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്നും കൂടി അവളിനെ ഞാൻ ക്ലാസ്സിൽ വിട്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ കയറി വന്നപ്പോഴാണ് വേറൊരു നമുക്കൊരു സന്തോഷം എന്ന് പറയാനുള്ളത്. ഒരു സഞ്ചി മുഴുവൻ കുറേ സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് ആരാന്ന് പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്ര ആയിക്കോട്ടെ, ആരാന്ന് പറയണില്ല. ഇനിയിപ്പോൾ നമ്മുടെ കുടുംബമാണെന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും നമുക്ക് വളരെ സന്തോഷം ഇങ്ങനെ തന്നതിൽ. കാരണം ഇങ്ങനത്തെ ഒരു നെറ്റ് നമ്മുടെ അടുത്തുള്ളത് കണ്ടോ, നമ്മുടെ ആ പഴയത് കാണിച്ചു കൊടുത്തേ ഇതാണ്ടോ, ഇത് നാശമായി തുടങ്ങി. ഇതൊക്കെ ഇപ്പോൾ പ്രസവത്തിന് മുന്നേ ഞങ്ങൾ ഓൺലൈനിൽ എടുത്തതാണ്. ഈ ഒരു വല നമ്മൾ ഓൺലൈനിൽ ദൃശ്യ ബുക്ക് ചെയ്തതാണ്, നല്ലൊരു പിങ്ക് കളറൊക്കെ ആയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ആകെ കംപ്ലൈൻ്റ് ആയി കണ്ടില്ലേ, ഈ വലയൊക്കെ പൊട്ടിപ്പോയി. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ 20 ദിവസം കടന്നില്ലേ. അപ്പോൾ അതാണ് അത് നാശാവാനുള്ള കാരണം. നമുക്കത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ എത്ര രൂപ ഒന്നുണ്ടായിരുന്നു? 350 രൂപ അല്ലേ. നമ്മളത് പുറമേൽ അന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ കടറ അവിടെ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് 500 രൂപേനെ ആ ഒരു റേഞ്ചിലൊക്കെ വരും. എന്നാലും 10-200 രൂപ നമുക്ക് ലാഭത്തിലാണ് നമുക്ക് ഓൺലൈനിൽ. കാരണം ഞങ്ങൾ ലാഭം നോക്കിയിട്ടല്ല കേട്ടോ, നമ്മൾ ഓൺലൈനിൽ കുറേ സാധനങ്ങൾ നമ്മൾ പ്രസവത്തിൻ്റെ ആ ഒരു ടൈമിൽ നമ്മൾ കുറേ മേടിച്ച് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുവിധ എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ടർക്കി വരെ നമ്മളിതൊക്കെ ഇങ്ങനത്തെ ടർക്കിയൊക്കെ നമ്മൾ എത്ര 3-4 ജോഡിയൊക്കെ ആയിട്ട് മേടിച്ചല്ലേ. കുറേ സാധനങ്ങൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാശിനും ലാഭം നമുക്ക് കിട്ടും ചെയ്തു കേട്ടോ, അതും പറയാമല്ലോ. അപ്പോൾ അതേപോലത്തെ തന്നെ ഒരു എണ്ണം കൂടിയും നമ്മുടെ ഒരു സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതെ അല്ലേ, ഇതേപോലത്തെ 2 ഉണ്ടല്ലേ. ഇത് സൈമന്യോ സൈമന്യോ അല്ല, ഓപ്പൺ ചെയ്ത ഇത് വലുപ്പം എങ്ങനെയാ ഉണ്ണിക്കിന്? അതെ, ഞാൻ കുറച്ചുകൂടി അച്ഛനേക്കാൾ കുറച്ചുകൂടി വലുപ്പം ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു അല്ലേ. ഇതെന്താ ദൃശ്യ നോട്ടേട്ടാ, ഇതിപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, കാര്യങ്ങൾ അടിപൊളിയാണ്. ഇതെന്താ, ഇത് മല തന്നെയാ? കൊതുവല അല്ലാതെ സാധനം നമുക്ക് കൈ പിടിച്ച് കൊണ്ടുപോകാനല്ലേ, ബെഡ്ഷീറ്റിന്റെ കട്ടിയുള്ളത് അല്ലേ. അത് ശരി, നമുക്ക് നല്ല ഹോസ്പിറ്റലും കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒതുക്കി പിടിക്കാന്നല്ലേ. ശരി, നല്ല കാര്യം, അത് അടിപൊളി. കണ്ടിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായി. ഓക്കെ, ഇതും നല്ലൊരു ഇതുണ്ട്.
എന്തായാലും മൂപ്പര് അത് കൊണ്ടുവന്ന് തന്നതിൽ വളരെ സന്തോഷം. ഇനിയിപ്പോൾ ഈ വീഡിയോ ആളെന്തായാലും കാണാതിരിക്കില്ല, കാരണം നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കാം, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാവാം നമ്മളിങ്ങനെ ഗിഫ്റ്റുകൾ പ്രതീക്ഷിച്ച് ഇരിക്കുക എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുക, അതിൻ്റെ സന്തോഷകരമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഇതിലൂടെ നമ്മുടെ കുട്ടിക്ക് ഒരു കാര്യങ്ങൾ കിട്ടണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹം പോലും നമ്മുടെ ഉള്ളിലില്ല. നിങ്ങളുടെ പ്രാർത്ഥന മാത്രം ഞങ്ങൾക്ക് ഒപ്പുണ്ടായാൽ മതി എന്നുള്ളതാണ് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് തന്നതാവാം. ദൃശ്യ കണ്ടിട്ടുണ്ട് എന്തായാലും ആളെ, പക്ഷേ ദൃശ്യ പറയുന്നില്ല. ഒന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആവാം, അതാരായിക്കോട്ടെ. ഇനിയിപ്പോൾ അത് മറ്റുള്ളവർ അറിയുമ്പോൾ ചിലപ്പോൾ വിഷമമായതുകൊണ്ടാവാം ചിലപ്പോൾ ഓപ്പൺ ചെയ്യാത്തത്. ഒരു ഏകദേശം എനിക്ക് ഊഹിക്കാൻ കഴിയാം അതാരാണെന്നുള്ളത്. വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം ദൃശ്യ ആരാണെന്ന് എന്നോട് പറയണം കേട്ടോ, അത് പറയും. അപ്പോൾ നമ്മളത് പബ്ലിക്കായിട്ട് മൊത്തത്തിൽ പറയാത്തത് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തന്ന ആൾക്ക് ഇനി അത് ഒരു ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ടാവാം കേട്ടോ. അപ്പോൾ ഇതെന്താ സാധനം? ദിയക്ക് ഇത് ക്ലിപ്പുകൾ അല്ലേ? ഒരെണ്ണം കാണിച്ച് സാമ്പിൾ പൊട്ടിച്ചിട്ടിട്ട് തലയിൽ ഇടണതല്ലേ അത്? കാണിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ണിയുടെ 28 തുടങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ 22 ദിവസമായിട്ടാണ്. ഇനി 28-ന് ഇനിയിപ്പോൾ ദിവസങ്ങളില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയൊരു ചടങ്ങായിട്ട് നമ്മൾ വയ്ക്കുന്നതായിരിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഓക്കെ, അടിപൊളി. അങ്ങനത്തെ ഓരോന്നോരോന്ന് സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴാണല്ലോ അല്ലേ, അത് അടിപൊളി. മുടി ഒന്ന് ഒതുങ്ങിയിരുന്നു. ഞാൻ ഇപ്പോൾ ഒന്ന് മുടി ഫ്രണ്ടിലേക്ക് കുറേ മുടിയായിട്ട് ഒന്ന് വെട്ടണം എന്ന് വെച്ചിട്ട് കാലത്തും കൂടി അച്ഛൻ്റെ കൂടി പല്ല് വയ്ക്കുമ്പോൾ പറഞ്ഞില്ലേ മുടി വെട്ടി തരുമെന്ന്. അപ്പോൾ ഞാനെന്താ ഉണ്ണിയുടെ ആ ഒരു 28 ചടങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ മുടി വെട്ടാന്നുള്ള ഇതിലാണ്. കാര്യം വേറെ ദോഷം കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കൂടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ണിനെ ഇതിൽ കിടത്തിയാ ഉറങ്ങാം. അപ്പോൾ ഉണ്ണിമാവനെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇതിൽ കിടത്തിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ കിടത്തണ അന്നൊക്കെ എടുത്ത. അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ആൾക്ക് കാണാമല്ലോ. സ്വത്ത് അതിങ്ങോട്ട് മാറ്റി വയ്ക്കി, അതിങ്ങോട്ട് മാറ്റിക്കോ, പുറത്തേക്ക് വെച്ചോ. എന്തായാലും അത് നാശമായില്ലേ. അതെ, അതെടുത്തു വെച്ചോ. നമ്മുടെ ദിയമോളുടെ അങ്ങനത്തത് എവിടെയാ? അത് കളഞ്ഞോ? സുത്തുട്ടി അടിപൊളിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്, നല്ല കംഫർട്ടാണ്. ആ വല ഒന്ന് ഇട്ട് കൊടുത്തേ. ഞങ്ങൾ ഇന്നലെ കൊതുവലയൊക്കെ ഇട്ടു കേട്ടോ. ഏതാണ്ടാ നമ്മൾ കൊതുവല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ, ഒരെണ്ണം മേടിക്കണമെന്ന്. ഒരെണ്ണം മേടിച്ചു. ഈ കട്ടിൽ ഇച്ചിരി വലുപ്പമുള്ള കട്ടിലായതുകൊണ്ട് വലിയ 6x6 സൈസിൽ തന്നെ കൊതുവല മേടിച്ചിട്ട്. കൊതുവല മേടിച്ചെന്ന് അറിയാം, ഒരു ഏകദേശം ഒരു 5 മണി കഴിഞ്ഞാൽ കൊതുവിൻ്റെ കളിയാണ്. കൊതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുവാണോ വണ്ടാണോന്ന് അറിയില്ലല്ലോ, വലിയ വലിയ കൊതുവല്ലേ, ഭയങ്കര വലുപ്പമുണ്ട് കൊതുകൾ. അപ്പോൾ അതിപ്പോൾ ദൃശ്യം ഉണ്ണീനെ എടുത്തിട്ട് ഇരിക്കുമ്പോഴല്ലേ ഉണ്ണിയുടെ ബാക്ക് സൈഡിൽ കൂടെ ഒക്കെ തലയിലൊക്കെ വന്നിട്ട് കൊതു കുത്തുക. അപ്പം ഞങ്ങൾ ഈ കട്ടിൽമേണ് കേട്ടോ കിടക്കുക. എല്ലാവരും കൂടിയിട്ട് ഈ കട്ടിൽമല്ല കിടക്കുന്നുണ്ടായിരുന്നത്. ദൃശ്യ ഉണ്ണിമാവി മാത്രമാണ് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. ഞാനും തീയും ഇവിടെ നിലത്താണല്ലോ കിടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ 2-3 ദിവസം മുന്നേ നല്ല മഴ ഇങ്ങനെ നിന്ന് പെയ്യാൻ തുടങ്ങിയപ്പോൾ നിലമൊക്കെ തണുവ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പായലാണ് ഞാനും തീയും കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തണുവ് കൂടിയപ്പോൾ എന്ത് ചെയ്യുന്നറിയാം, അപ്പോൾ അതൊക്കെ ഞാൻ തീയനെ ദൃശ്യയുടെ അടുത്തേക്ക് കയറ്റി കിടത്തി. അതായത് അപ്പോൾ ദൃശ്യ ഈ ചുമരിനെ ചേർന്നിട്ട് ഉണ്ണിമാവിടെ ഇപ്പുറത്തും ഉണ്ണിമാവ് ഇവിടെയും പിന്നെ ദീയും പിന്നെ ഞാനും കൂടി കിടന്നു. അപ്പം ഞാൻ ഈ അരികിൽ ഇങ്ങനെ കിടക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഒന്ന് കൊതുശല്യം ഉണ്ടായിരുന്നു, പിന്നെ കിടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കൊതുവലൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് ദൃശ്യ ഒരു ബുദ്ധിക്ക് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇങ്ങനെ കിടന്നാലോ എന്ന്. അതായത് കട്ടിലിങ്ങനെ കിടന്നോട്ടെ, നമുക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ കുറച്ചും കൂടി വീതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദിയ, ഞാൻ, ഉണ്ണിവാവ, ദൃശ്യ. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷെ കാല് ഞങ്ങൾക്ക് കുറച്ചും കൂടിയും ഏതുവരെ വന്നിട്ടുണ്ടാകുന്ന കാല ഇതുവരെ കാല് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, കുറച്ചും കൂടി ഇങ്ങോട്ട് നീണ്ടുട്ട കാല് ലേശം വലയുടെ പുറത്തേക്ക് വന്നാലും കൂടിയിട്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് കിടക്കാനുള്ള വീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കട്ടിലിന്. അപ്പം ഞാനൊരു അവിടെ ആ റൂമിൽ ഞങ്ങളുടെ ആ ഒരു സ്റ്റോർ റൂമിൽ ഒരു ചെറിയൊരു കട്ടിലുണ്ട് കേട്ടോ പഴയത്. അത് ഈ വലക്കട്ടിലാണ്. അത് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് നോക്കണം, ഹൈറ്റൊക്കെ ക്ലിയർ ആവുകയാണെങ്കിൽ ഇല്ല അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്
ഇന്നലെയൊക്കെ കഴിച്ചു കൂട്ടിയത് എന്നുള്ളത്. പക്ഷെ ഇന്നലെ സ്ഥലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. കട്ടിൽ ഉറങ്ങാനൊക്കെ പറ്റും. ഉറങ്ങാനും പറ്റി. കൊതുവല കിട്ടപ്പോഴേ കൊതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കൊതുവെന്നല്ലേ, വലിയ വലിയ കൊതു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിലും ഇനി മുന്നേ കൂട്ടി അറിഞ്ഞിട്ടാണെങ്കിലും നമുക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നതിൽ വളരെ സന്തോഷം. പക്ഷേ ദൃശ്യ നീ പറയും, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ഒരു ഗിഫ്റ്റ് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. ഞങ്ങൾ ഞങ്ങളുടേതായ ഓരോ കാര്യങ്ങൾ പറയുന്നു, അത്രമാത്രം. അങ്ങനെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കണമൊന്നുമില്ല. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഉള്ള കാര്യം ഇപ്പോൾ ദൃശ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സാധാരണയായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് തോന്നുമായിരിക്കും. അപ്പം ഇനി പറയാനുള്ളത് എന്താ വെച്ചാലേ, നമുക്കിപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ ഇനിയിപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇടുന്നത് മറ്റുള്ളവർക്ക് അത് വേറൊരു നെഗറ്റീവായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യരുത്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യണത്, നമ്മൾ ഡെലിവറി മുതൽ നമ്മൾ ഇന്ന് വരെയും വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് സെൻറ്റിമെൻറ്റ്സ് അടിച്ച് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടാനോ ആണോ എന്നുള്ള തോന്നലുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളുടെ സന്തോഷം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ ഞങ്ങൾ നിറവേറ്റും എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ദൈവം തരും, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ എത്തും എന്നുള്ള വാശിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കുള്ള ഒരു അവസ്ഥ, നമ്മുടെ ഉള്ളത് എന്താണോ ഇതെല്ലാം ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീടാണ് ഞങ്ങൾക്കുള്ളതാണ് സ്വർഗം. അപ്പോൾ ഇനി ഇവിടെ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്കിപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന കാര്യങ്ങളും നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ ഡെലിവറി മുതൽ ഉണ്ണിവാവ ജനിച്ചവന് ആ ഒരു സമയം മുതലാണ് ഞങ്ങൾ വീഡിയോകൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ വീഡിയോകളൊക്കെ ചെയ്തത് ഒരിക്കലും വേറൊരാൾക്കാരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനോ അല്ലെങ്കിൽ കാശ് നേടാനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് നേടാനോ അല്ല എന്നുള്ളത് ദൃശ്യം ഞാനും ഉണ്ണിയും കൂടി ഇരുന്നിട്ടാണ് പറയുന്നത്. കാരണം ഞങ്ങളിടുന്ന സന്തോഷം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്, ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആരും ഇല്ല എന്നുള്ള തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പല കമൻറ്റുകളും പറയും. ആ കമൻറ്റുകൾ പറയുമ്പോൾ ഒരുപാട് പേര് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് ഓരോ കമൻറ്റുകളും ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഫാമിലി വ്ളോഗുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് ഇതേപോലെ ഫാമിലി വ്ളോഗായിട്ട്. നമുക്ക് അവരുടെ ഒപ്പം എത്താനോ അല്ലെങ്കിൽ അവരൊപ്പം മത്സരിക്കാനോ അങ്ങനെയൊന്നല്ല, ഞങ്ങൾക്കും ഞങ്ങളുടേതായ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിവാവിടെ ഓരോരോ സന്തോഷങ്ങൾ നിങ്ങളെ അറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ സ്വന്തമായിട്ടുള്ള പോലെ ഞങ്ങൾക്ക് തോന്നുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ അനാഥകളൊന്നുമല്ല, ഞങ്ങൾക്ക് ബന്ധുക്കളില്ലായ്മയില്ല, സ്വന്തക്കാരില്ലായ്മയില്ല, ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ഒരു ആസ്പത്രി കേസ് വന്നാലും ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അതെല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും എല്ലാവരും ഉണ്ട് തോന്നും, പക്ഷെ എല്ലാവരും അവരവരുടെ കാര്യം സ്വന്തമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയുള്ളൂ, ഇവളുടെ കാര്യങ്ങൾ നോക്കാൻ ഇവൾക്ക് ഞാൻ തന്നെയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇവരേ ഉള്ളൂ എന്നുള്ള ആ ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ളതൊക്കെ ചില സമയത്ത് പറഞ്ഞു പോകുന്നത്. എങ്കിലും കൂടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടേനും. അപ്പം നെഗറ്റീവുകൾ കമൻറ്റ് ഒരാളിട്ടിട്ടുണ്ട്, നമ്മുടെ ഒരു ബന്ധക്കാരനാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇട്ടിരിക്കുന്നത്. അയാളിനെ ആരാന്നുള്ളതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അയാൾക്ക് പൊതുവെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അലർജിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നന്നായവരെ വരെ അലർജിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരുപാട് പേരെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ വളരെ മോശമാണ് അയാൾ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് അയാൾ വരെ ഒരു പക്ഷേ വരെ ആ റിപ്പോർട്ട് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്നും സാരില്ല. ഇതിൻ്റെ മോളാണ്, ഇതിൻ്റെ ഭാര്യയാണ്, ഈ കിടക്കുന്നത് എൻ്റെ മോളാണ്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ സന്തോഷങ്ങൾ ഇനിയും ഞങ്ങൾ പങ്കുവയ്ക്കും. നമ്മളെ ഇഷ്ടമുള്ളവർ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, നല്ല നല്ല വീഡിയോകൾ ഇനിയും വരും. ഈ പ്രസവം കഴിഞ്ഞ് കിടക്കണത് കൊണ്ടാണ് ഒരു 28 കഴിഞ്ഞ് ഒരു 90 കഴിഞ്ഞ് നമ്മൾ എന്നാ പുറത്തേക്ക് ഇറങ്ങുക ശരിക്കും ഇവരെപ്പോൾ? ഓക്കെ, നമ്മൾ കാരണവന്മാരോട് ചോദിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല നല്ല ഗംഭീരമായിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതും അതും ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ കയ്യിലെ ക്യാഷ് കൊണ്ട്, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അത്ര ഇല്ല, ആ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇനി ഒരു ചോറാണ് ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പോയിട്ട് നല്ല നല്ല വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അല്ല പിന്നെ ഓക്കെ, താങ്ക് യു.